Jagan. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീഫ് മുളകിട്ട് ഒലത്തിയതാണ്. നമ്മൾ സാധാരണ ഈ ബീഫ് ഉണ്ടാക്കുമ്പം കുറേ മസാലയൊക്കെ ഇട്ട് അത് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ടേസ്റ്റ് മാറ്റി നമുക്ക് വളരെ കുറച്ചൊരു 5 ഐറ്റംസ് ചേർത്ത് ഒരു ബീഫ് മുളകിട്ട് ഒലത്തിയത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിൻ്റെ കൂടെ എല്ലാവരും ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. 4K ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ക്രിസ്മസ് ആശംസകൾ. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബീഫ് മുളകിട്ട് ഒലത്തിയത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മസ്റ്റായിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ ആവശ്യമാണ്. പ്രഷർ കുക്കർ ഒരു 20 മിനിറ്റ്സ് മതി നമുക്ക് ഈ ബീഫ് മുളകിട്ട് ഒലത്തിയത് ഉണ്ടാക്കിയെടുക്കാനെ കൊണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ബീഫ് മുളകിട്ട് ഒലത്തിയത് എടുക്കാനെ കൊണ്ട് വേണ്ടുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ബീഫ് ഒലത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 1 കിലോ ബീഫാണ് ഇത് വാങ്ങിച്ച് വെക്കുന്നത്. ഈ ബീഫ് നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. പിന്നെ ഇത് വെളിച്ചെണ്ണയാണ്, നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മഗ് വെളിച്ചെണ്ണയുണ്ട്. ഇതൊരു 3 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം ഇത് മുളക് ചതച്ചതാണ്. മുളക് ചതച്ചത് ഇതൊരു 100 ഗ്രാം മുളക് ചതച്ചതുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞ് ഉള്ളിയാണ്, ചെറിയ ചുമന്നുള്ളിയാണ്. ഇതും ഒരു 100 ഗ്രാം ഉണ്ട്. പിന്നെ കുറച്ച് കടുവ് വേണം നമുക്കിത് വഴറ്റാൻ സമയത്ത്. നമുക്ക് കടുവ് വറുത്തിട്ട് വേണം വഴറ്റാനെ കൊണ്ട്. പിന്നെ ഇത് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന ബീഫ്, ഇതിപ്പോൾ 1 കിലോ ഉണ്ട്. ഈ ബീഫും നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു 3 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മുടെ പ്രഷർ കുക്കറിനകത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കും. ഒരു 20 മിനിറ്റ് മതിയായിരിക്കും. നമുക്കപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പ്രഷർ കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കറിനകത്തോട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ആദ്യം കുക്കർ തുറന്നതിനകത്ത് കുക്കർ വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കുക. അപ്പോൾ കുക്കറിനകത്തോട്ട് ബീഫ് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ബീഫ് ഇട്ട് കൊടുത്താൽ നമ്മൾ. എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി എടുക്കണം. ഇത് മഞ്ഞൾപ്പൊടിയാണ്, 1.5 ടീസ്പൂൺ ഇടാം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ്, ഒരു സ്പൂണോ ഉപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുക്കണം. കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി അതിനകത്തോട്ട് ഒരിച്ചിരി. കാരണം ബീഫിനകത്തുനിന്ന് നമ്മൾ വേവുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് അടുപ്പത്ത് വെക്കാം. അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പഴയ അടുപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേവാനെ കൊണ്ട് വെക്കാം. ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് ഫിഷിൽ അടിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വേവാനെ കൊണ്ട് വെക്കാം. അതിനുശേഷം ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ചതച്ച മുളക് കണ്ടില്ലേ, ആ ചതച്ച മുളക് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഫിഷിൽ അടിക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബീഫ് സെറ്റായി വന്നേക്കുക. ഇപ്പോൾ 2-3 വിഷിലൊക്കെ അടിച്ചിട്ടുണ്ട്. അടുത്ത വിഷിൽ അടിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അത് ചതച്ച മുളക്, പറ്റൽമുളക് ചതച്ചിട്ടുണ്ട്, ഉള്ളിയുണ്ട്, കൊച്ചുള്ളിയാണ്, ചെറിയ ഉള്ളി, ചുവന്നുള്ളി,
അതും കൂടി ഇട്ട് നമ്മൾ കടുക് വറുത്ത് നല്ല രീതിയിൽ വഴറ്റി അങ്ങോട്ട് എടുക്കും. നല്ല ടേസ്റ്റി ആയിട്ട് സൂപ്പറായിട്ടൊരു ബീഫ് ഒലത്തിയത് നമുക്ക് കിട്ടാം. ഓക്കെ, വെയിറ്റ് ഫോർ ലാസ്റ്റ് വിഷിൽ. നമ്മുടെ കുക്കറപ്പോൾ ഹീറ്റ് ചെയ്യുക, ലാസ്റ്റ് കുക്കർ. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാം, സാധനം എടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ തണുത്തിട്ടുണ്ട്, നമ്മുടെ ബീഫ് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് എങ്ങനെയുണ്ടോ എന്ന് നോക്കണം. അതിന് ശേഷം നമ്മൾ ചതച്ച വറ്റൽമുളകും ചുമന്നുള്ളിയും എണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ നമ്മുടെ ബീഫ് വഴറ്റി അങ്ങോട്ട് എടുക്കും. അപ്പോൾ കിടുക്കായിട്ടൊരു ടേസ്റ്റി ആയിട്ടൊരു ഐറ്റം ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ തുറന്നേക്കുക. അപ്പം നമ്മുടെ ബീഫ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. ബീഫിനകത്തുള്ള വെള്ളവും നമ്മൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചതേ ഉള്ളൂ. കണ്ടോ, മഞ്ഞളും ഉപ്പൊക്കെ പിടിച്ച് നല്ല രീതിയിൽ വെന്ത് കിടക്കുകയാണ്. കണ്ടോ, നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിനകത്തുനിന്ന്. ഇനി നമുക്കിത് വറ്റൽമുളക് ചേർത്ത്, വറ്റൽമുളകും കടുവൊക്കെ ചേർത്ത്, കൊച്ചുള്ളിയൊക്കെ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഇതങ്ങോട്ട് വരട്ടിയെടുക്കണം. നമ്മുടെ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാനെ കൊണ്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളാണ്. ബീഫ് അപ്പം നല്ലോണം വെന്ത് നെയ്യൊക്കെ ഇറങ്ങി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നമ്മളതൊന്ന് വരട്ടിയെടുക്കണം. അതിനുള്ള സെറ്റപ്പാണ് അടുത്തത്. ആദ്യമായിട്ട് നമുക്ക് തീ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ എണ്ണ, ഞാനിപ്പോൾ ഒരു മഗ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഒരു മഗ് വെളിച്ചെണ്ണയുണ്ട്. ഒരു മഗ് വെളിച്ചെണ്ണ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് എണ്ണ ചൂടാകുമ്പം നമുക്ക് കടുക് വറക്കാം. നമ്മുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് മതി. ഇപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ കടുക് പൊട്ടി തുടങ്ങും. കണ്ടോ, നമ്മുടെ എണ്ണ ചൂടായി. കടുക് ഇട്ട് കഴിഞ്ഞ് ഇനി ഇപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുമന്നുള്ളി, അരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്ന കുഞ്ഞുള്ളി അതിടണം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇട്ടാൽ മതി. ഇപ്പം പുറത്തായതുകൊണ്ട്, ഔട്ട്ഡോർ ആയതുകൊണ്ട് കാറ്റൊക്കെ അടിച്ച് ചൂട് പോകുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ട ഒരിച്ചിരി സമയം എടുക്കുന്നു. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചുമന്നുള്ളി, ഇത് 100 ഗ്രാം ചുമന്നുള്ളിയുണ്ട്. കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതാണ്, സവാളയല്ല, ചുമന്നുള്ളി ചെറുത്, അതാണ് ഇടുന്നത്. 100 ഗ്രാം ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഉള്ളി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൊച്ചുള്ളിയാണ്, കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളി നമ്മളങ്ങനെ ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് ബ്രൗൺ കളറായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലോണം അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം ജസ്റ്റ്. അപ്പം നമ്മുടെ കൊച്ചുള്ളി നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ് നമ്മൾ. ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് സെറ്റായി വരും. ഒരു നുള്ളു ഉപ്പ് മതി. ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് സെറ്റായി വരും. നല്ല രീതിയിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കിയെടുക്കണം. കൊച്ചുള്ളി വഴറ്റിയെടുത്തേക്കുവാണ്. ഇതിനകത്തോട്ട് ഇനി നമ്മളടുത്ത് നമ്മുടെ മെയിൻ കണ്ടൻറ്റാണ് ചതച്ച വറ്റൽമുളക്. വറ്റൽമുളക് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇതാ വറ്റൽമുളക്. അപ്പോൾ ഈ ചതച്ച വറ്റൽമുളക് ഇത് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് 100 ഗ്രാം വറ്റൽമുളകുണ്ട്. ഇത് കണ്ടോ, 100 ഗ്രാം വറ്റൽമുളകുണ്ട്. ഇത് നമ്മൾ ഇതിനകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും, ഇളക്കിയെടുക്കും. അപ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് അടുത്ത പരിപാടി ഇത് നല്ലോണമൊക്കെ ഒന്ന് ഇളക്കണം. വറ്റൽമുളക് അങ്ങോട്ട് ഇളക്കിയിട്ട് നല്ലോണമൊക്കെ ഇളക്കിയെടുക്കണം. അപ്പോൾ വറ്റൽമുളക് ഇട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഔട്ട്ഡോർ ആയതുകൊണ്ട് ഈ കാറ്റടിക്കുമ്പോഴേ ഈ തീയുടെ കുറച്ച് കുറവ് വരുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഈ ഒരു 2 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. അപ്പം നമ്മുടെ കൊച്ചുള്ളിയും വറ്റൽമുളകും കൂടി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി അടുത്ത നമ്മുടെ മെയിൻ പരിപാടിയാണ് നമ്മുടെ വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെച്ചേക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് ഇട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ബീഫ് ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഇനി നമുക്കിത് ഇളക്കണം. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റത്തേക്ക് ഇതിനകത്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ, ആ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബീഫ് ചതച്ച മുളകിട്ട് ഒലത്തിയത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതിനെപ്പറ്റി ഒരു കാര്യം പറയണം. ഇതിനകത്ത് മസാലകളൊന്നുമില്ല. നമ്മൾ വളരെ കുറച്ച് സാധനങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് ബീഫ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിയിട്ട് പുഴുങ്ങിയെടുത്ത് അതിന് ശേഷം കുഞ്ഞുള്ളി, ചെറിയ ഉള്ളിയും ചതച്ച വറ്റൽമുളകും കൂടി ഇട്ട് വഴറ്റിയെടുത്തു. ഇത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളും ചെയ്ത് നോക്കണം, കഴിക്കാം. സൂപ്പറായിരിക്കും. ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. നമുക്ക് ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.